നമസ്കാരം. ദുബായിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ നിരവധി അവസരങ്ങളാണ് തുറന്നു കാട്ടുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമുക്കറിയാം, വിസിറ്റ് വിസയില പോലുള്ള നിയന്ത്രണങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങൾ കടന്നു പോകുന്നൊരു സമയമാണ്. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഗോൾഡൻ വിസ പോലുള്ള ഒരുപാട് സാധ്യതകളാണ് ദുബായ്, UAE പോലുള്ള രാജ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ മേഖലയിൽ തന്നെ പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ തങ്ങളുടേതായ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള 10X പ്രോപ്പർട്ടീസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. ഈയൊരു സാഹചര്യത്തിൽ നിങ്ങളിപ്പോൾ ഒന്നൊരു ടെസ്ല കാർ കൊടുത്തു, അതോടൊപ്പം പുതിയ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ടൂർ പാക്കേജ് കുടുംബങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഉള്ള സാധ്യതകൾ? പല ആൾക്കാർക്കും പല പർപ്പസാണ്. ഫോർ എക്സാമ്പിൾ, ചില ആൾക്കാർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിനകത്ത് റിട്ടേൺസ് പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാർ, പിന്നെ അതുപോലെ ചില ആൾക്കാർ അവർക്ക് അവരുടെ ഓൺ വാടക സേവ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം. അതല്ല, ചില ആൾക്കാർക്ക് ഒരു ഗോൾഡൻ വിസ 10 വർഷത്തേക്ക് കരസ്ഥമാക്കുക എന്നുള്ളൊരു ഉദ്ദേശം. അപ്പം ഏത് ഏരിയ എടുത്താലും, ഇപ്പോൾ ഒരു ഗോൾഡൻ വിസയുടെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു 2 മില്യൻ്റെ പ്രോപ്പർട്ടി മേടിച്ചാൽ 100% അവർക്ക് ഒരു ഗോൾഡൻ വിസയ്ക്ക് എലിജിബിളാണ്. അതേപോലെ തന്നെ ഒരു റെൻ്റൽ ഇൻകം നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മൾ ഇന്ന് സ്വാഭാവികമായിട്ട് ലോകത്തിൽ വേറെ ഏത് രാഷ്ട്രത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നേക്കാളും അറ്റ്ലീസ്റ്റ് ഒരു 3 to 6 times റെൻ്റൽ ഇൻകം ഈൽഡ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് ദുബായ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ സ്വന്തമായിട്ട് മേടിക്കുകയാണെങ്കിൽ ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഏരിയ ആണ് UAE അല്ലെങ്കിൽ ദുബായ്. അപ്പം എന്തുകൊണ്ടും ഏത് മേഖലയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഏത് വേൾഡിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും 1000 മടങ്ങ് ഒരു വാല്യൂ ആഡ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ഒരു സെയിൽസ് ടേൺ ഓവർ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 63 ബില്യൺ പ്ലസ് ആണ് ഇവിടുത്തെ ഈ ദുബായിലൊരു സെയിൽസ് റിയൽ എസ്റ്റേറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം കഴിഞ്ഞ വർഷത്തിൽ, ഇതേ വർഷം ഇറ്റ് വാസ് ക്ലോസ് ടു അബൌട്ട് 30+ അല്ലെങ്കിൽ 36 ബില്യൺ ആയിരുന്നു. അപ്പം കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷത്തിലേക്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡബിൾ. ദാറ്റ്സ് എ ബിഗ് നമ്പേഴ്സ്. തീർച്ചയായിട്ടും നമ്മൾ പ്രവാസികൾ, ഞാനും സാറും കിടക്കുന്ന പ്രവാസികളാണ്. നമ്മുടെ ഏറ്റവും അധികം ആഗ്രഹമാണ് നാട്ടിലൊരു വീട് വെക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കാലങ്ങളോളം നമ്മൾ കഴിയുന്നത്. നമ്മൾ പല ഫങ്ഷൻസും പല സ്വപ്നങ്ങളൊക്കെ അതിനു വേണ്ടി തിരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്തുകൊണ്ട് ആ ഒരു വീട് എന്നുള്ള സ്വപ്നം ഇവിടെ ആയിക്കൂടാ? അങ്ങനെ എന്തുകൊണ്ട് പ്രവാസികൾ ചിന്തിക്കുന്നില്ല? ചിന്തിച്ചാൽ അതിൻ്റെ സാധ്യത എത്രത്തോളമാണ്? അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിപ്പോഴത്തെ റിയാലിറ്റി മനസ്സിലാക്കുക. നമ്മളിപ്പം നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ ആരായാലും ശരി, നിങ്ങളിപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നെങ്കിൽ, പ്രവാസിയായിട്ട് താമസിക്കുന്നുണ്ട്, മിഡിൽ ഈസ്റ്റിൽ എവിടെ ആയാലും ശരി, ഇത്ര കാലത്തിൽ, അതായത് ഇത്രയും വർഷത്തിൽ ഇവിടെ, അല്ലെങ്കിൽ നിങ്ങൾ വന്ന് ചേർന്ന മിഡിൽ ഈസ്റ്റിൽ എവിടെയാണോ ആ പോയിന്റിൽ ഇതുവരെ നിങ്ങൾ എത്രത്തോളം വാടക നിങ്ങൾ വർഷം തോറും കൊടുത്തിട്ടുണ്ട്? അതൊന്ന്. പക്ഷേ ഇതിൻ്റെ ഒരു റിയാലിറ്റി അതല്ല. ഏറ്റവും വലിയൊരു റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കംപ്ലീറ്റ് കാലയളവിൽ നിങ്ങൾ അധ്വാനിച്ച വലിയൊരു എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ ഒരു കൊട്ടാരം നിങ്ങൾ പണിതിട്ടുണ്ടാവാം. പക്ഷേ എത്ര പേർക്ക് അതിനകത്ത് താമസിക്കാനുള്ള ഭാഗ്യം, സൗകര്യം ഉണ്ടായിട്ടുണ്ട്? സാധാരണ നമ്മൾ കാണുന്നത്, നമ്മളൊരു റിട്ടയറായി ഒരു പ്രായമായി വരുന്നൊരു സമയത്ത്, നമ്മളെല്ലാം റിട്ടയർ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അസുഖങ്ങളും പ്രശ്നങ്ങളുമായി, പിന്നെ നമ്മളുണ്ടാക്കിയ കൊട്ടാരത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. അത് ഞാൻ എപ്പോഴും പറയുന്നൊരു പോയിൻ്റാണ്. പക്ഷേ എത്ര ആൾക്കാർ തിരിച്ചറിയുന്നു? പിന്നെ മാത്രമല്ല, ഇന്ന് ഒരു പ്രവാസിനെ സംബന്ധിച്ചിടത്തോളം ദുബായ് പോലത്തെ ഒരു സ്ഥലത്ത് ജീവിച്ചൊരു വ്യക്തി ഇന്ന് നാട്ടിൽ അല്ല, ലോകത്തിൽ വേറെ എവിടെ പോയാലും 100% ഒന്ന് പോയി സെറ്റിൽ ആവുക എന്ന് പറഞ്ഞത് ഒരാഴ്ച കൂടുതൽ നിൽക്കാൻ അവരുടെ മനസ്സോ സാഹചര്യമോ സമ്മതിക്കില്ല. കാരണം അതാണ് ഇവിടുത്തെ ഒരു ഡിഫറൻസ്. ഇപ്പോൾ എന്തുകൊണ്ടും UAE പോലത്തെ സ്ഥലത്ത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആയിക്കോട്ടെ, റെൻ്റൽ ബെനിഫിറ്റ് ആയിക്കോട്ടെ, അല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓൺ യൂസ് ആയിക്കോട്ടെ, ഐ ഹൈലി റെക്കമെൻഡ് ടു ഇൻവെസ്റ്റ് ഇൻ ദുബായ് അല്ലെങ്കിൽ UAE. തീർച്ചയായിട്ടും മനസ്സിലാകുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് പോലുള്ള ഒരു വലിയൊരു ലോകത്തേക്ക് കടക്കുമ്പോഴത്തേക്കും അത് ഒക്കെ നമ്മുടേതല്ല, ഒക്കെ വലിയ വലിയ ആൾക്കാർക്ക് മാത്രം, ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ടൈക്കൂൺസിന് മാത്രമുള്ളതാണ് എന്നുള്ള ഒരു ബോധം. ശരാശരി ഒരു 6000 ദിർഹംസ് സാലറി ഉള്ള ഒരു വ്യക്തി എത്തരത്തിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് നടത്താനായിട്ട് സാധിക്കും? ഞാൻ ചുരുക്കി പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, 6000 ദിർഹംസ് ശമ്പളമുള്ള ഒരു വ്യക്തി ഇത്ര കാലം അല്ലെങ്കിൽ 5-10 വർഷം അയാൾ ശമ്പളം മേടിച്ചിട്ടുണ്ട്. അതിലൂടെ അയാൾ എന്ത് സേവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അയാൾക്കേ അറിയുള്ളൂ. അയാൾക്കൊരു സേവിങ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു ഡൗൺ പേയ്മെൻറ്റ് അറേഞ്ച് ചെയ്യാൻ വലിയൊരു റിസ്ക് ഉള്ള കാര്യമല്ല. അപ്പം ഒരു ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 20% ഡൗൺ പേയ്മെൻറ്റ് 5-10 വർഷം കൊണ്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, പിന്നെ ബാക്കി വരുന്ന പൈസ പറഞ്ഞാൽ മന്ത്ലി ചെറിയൊരു പെർസെൻറ്റേജ് ഉള്ളൂ, 1%, 2% വെച്ചിട്ട് വരുന്ന വർഷങ്ങളിൽ അടച്ചാൽ, അതായത് നിങ്ങളിപ്പോൾ ഇന്ന് കൊടുക്കുന്ന വാടകയേക്കാൾ 20% കുറച്ച് നിങ്ങൾ അടയ്ക്കേണ്ടുള്ളൂ. അപ്പം അതൊന്ന് തിരിച്ചറിഞ്ഞാൽ, നിങ്ങളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാടക അതൊരു എക്സ്പെൻസാണ് തിരിച്ചറിഞ്ഞാൽ
ദർ ഇസ് നോ ബെറ്റർ ചോയ്സ്. അത് അന്ന് നിങ്ങൾ തീരുമാനിക്കും വീട് വേണോ വേണ്ടേ എന്നുള്ളത്. അപ്പം ഏതൊരു സാധാരണക്കാരനും എഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം 6 ലക്ഷം ദിർഹംസ് മുതൽ സ്റ്റുഡിയോ അവൈലബിൾ ആണ്, റെഡി ടു മൂവ്. 8 ലക്ഷം ദിർഹംസിന് ഇവിടെ 1 ബെഡ്റൂം അവൈലബിൾ ആണ്. ഒരു 1.3 മില്യൺ നമ്മൾ 1400-500 സ്ക്വയർ ഫീറ്റുള്ള 2 ബെഡ്റൂം അവൈലബിൾ ആണ്. അപ്പോൾ ഇത് പലർക്കും അറിയില്ല. ദാറ്റ് സംതിങ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ആ ഒരു ഡൗൺ പേയ്മെൻറ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റിയാൽ 100% തീർച്ചയായിട്ടും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡും പേഴ്സണൽ ലോണൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഈ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ആരോഗ്യപരമായിട്ട് നമുക്ക് അത് എങ്ങനെയാണ് നിക്ഷേപിക്കാൻ സാധിക്കുക? നിങ്ങൾക്കൊരു ലോൺ കിട്ടിയെങ്കിൽ അത് എങ്ങനെയാണെന്നൊരു ചെറിയൊരു ഉദാഹരണത്തോട് പറയാമോ? ക്രെഡിറ്റ് കാർഡ് ലൈക്ക് അതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ നിന്നുള്ള പ്രിവിലേജ് മെമ്പർഷിപ്പ് അനുസരിച്ച് പല ആൾക്കാർക്കും പല റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഓരോന്നിനും. അതിപ്പോൾ മോർഗേജ് എടുക്കുകയാണെങ്കിൽ അതൊരു ഡിഫറെൻറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. പിന്നെ അതൊക്കെ നമ്മൾ വൈസായിട്ട് ഉപയോഗിക്കുക. നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് അറേഞ്ച് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഓൾവേസ് യൂസ് ഇറ്റ്. അതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡിഫറെൻറ്റ് പേയ്മെൻറ്റ് പ്ലാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അതൊക്കെ മ്യൂച്വലി എഗ്രി ചെയ്ത് നേടാവുന്ന കാര്യമുള്ളൂ. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. പ്രോപ്പറായിട്ട് ഒരു ഫൈനാൻഷ്യൽ പ്ലാൻ ഉണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ ലോൺ ഫെസിലിറ്റിയോ അല്ലെങ്കിൽ മോർഗേജ് ഫെസിലിറ്റിയോ, കാരണം ഇപ്പോൾ ഒരു 60 വയസ്സ് വരെ അല്ലെങ്കിൽ 55-60 വയസ്സ് നമുക്ക് മോർഗേജ് കിട്ടുന്ന കാലമാണത്. അപ്പം ഈസി ആയിട്ടും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. 5, 10, 15, 20 വർഷം വരെ അവരുടെ പ്രായം അനുസരിച്ചിട്ട് ഇവിടെ മോർഗേജ് കിട്ടും. അപ്പോൾ അത്രയും ചെറിയ പൈസ നമ്മൾ വർഷത്തിൽ അല്ലെങ്കിൽ മാസത്തിൽ കൊടുക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും ടെനക്സ് പ്രോപ്പർട്ടീസിൻ്റെ പക്കൽ ഒരുപാട് പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ്. പല തരത്തിലുള്ള കാറ്റഗറിയിൽപ്പെട്ടത് സ്റ്റുഡിയോ, അതിപ്പോൾ സിംഗിൾ ബെഡ്റൂം, ഡബിൾ ബെഡ്റൂം, അങ്ങനെ ഒത്തിരി അവൈലബിൾ ആണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ടെനക്സ് പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. എന്തായാലും വിലപ്പെട്ട ഇത്രയും സമയം ഞങ്ങളോട് ചിലവഴിച്ചതിന് വളരെയധികം താങ്ക് യു സോ മച്ച്.